തുടങ്ങാം. വാ ഗൈസ്, ഐശ്വര്യ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. കൊള്ളാലോ, ഒരു താളത്തിലൊക്കെയാണ് കരയുന്നത്. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കിയേ. അതൊന്നും ഇല്ലല്ലോ. ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യണം. പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എനിക്ക് ഒഴിക്കണം. നീ ഒഴിച്ചോ? ആഹാ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതാണ്. ഒന്നില്ല ഉറങ്ങാം. കോഴിക്കോട് ബീച്ചിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതിലെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ സൈഡില് പായലെ ഡിസൈൻ പോലെ സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ഉണക്കാനിട്ട് കഞ്ചാവ് ഉണക്കാനിട്ട് അതിന് സൈഡിൽ കിടന്ന് ഉറങ്ങാണ് ചേട്ടൻ. കുറച്ചും കൂടെ ഒന്ന് ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ സംശയം മാറിയേനെ. ഹലോ അവിനാശ്. കൃഷ്ണ, ഇവനൊക്കെ ഏതാ? പുതിയ ചെരുപ്പ് കാലയിലിട്ടിട്ട് ഒരുപാട് നാളായി. എന്നാൽ ഒരു ജോഡി ചെരുപ്പ് എടുക്കാമെന്നുള്ള മോഹവുമായി ഞാൻ പോയതാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ചെരുപ്പിന്റെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു. എന്നാലും അവിടെ ഉണ്ടായിരുന്ന വള്ളിയും കെട്ടും പൂട്ടും ഒക്കെയുള്ള ഒരു ചെരുപ്പ് എങ്ങനെയോ ഞാൻ എന്റെ കാലെ തള്ളിക്കയറ്റി ഇട്ടു. അതിന്റെ ഉടമസ്ഥർ വരുന്നതിന് മുന്നേ പോകണമല്ലോ. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല ഞാൻ ചെരുപ്പ് ഉണ്ടെന്ന് അറിഞ്ഞ പിന്നെ ആ വ്യക്തി എന്നെ അവിടെ ഇറക്കിയിട്ടിട്ട് അങ്ങ് പോകും. അടിപൊളിയാ. സമയം കിട്ടിയ പരീക്ഷ എഴുതാൻ. A+ ആണോ? ഫുൾ A+. എങ്ങനെയാണ് എക്സാം? ശുഭപ്രതീക്ഷ 100% കിട്ടിയ. എന്തായാലും നിന്നെക്കാളും വിവരം എനിക്കുണ്ട് ഫുട്ബോളിനെ പറ്റി കേട്ടാ. എന്നാ നീ പറഞ്ഞ ഒരു 10 കളിക്കാരെ പേര് പറയണം. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പി, പിന്നെ ഒരു പുതിയ പയ്യൻ വന്നിട്ട് ജമീൻ ജമാൽ, പിന്നെ മെസ്സിയുടെ മോൻ, നെയ്മറിന്റെ അല്ല റൊണാൾഡോയുടെ മോൻ മുഹമ്മദ് റാഫി, പിന്നെ നമ്മളെ വൈകിട്ട് ഇവിടെ കളിക്കുന്ന ബാബു അണ്ണായി, സുധി അണ്ണായി. വിജയുടെ മോനായിട്ടാണ്. ഏത് വിജയ്? ഏത് വിജയ്? തലപതി വിജയോ? വിജയുടെ മോനോ? അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയില്ല? ഇല്ലല്ലോ, കാണാൻ സാമ്യമുള്ളത് കൊണ്ട് അങ്ങനെ. നിനക്കൊന്നും ബ്രേക്കപ്പിന്റെ വേദന അറിഞ്ഞൂടാ? ഇതുവരെ ഒരു പെണ്ണു പോലും പ്രേമിക്കാത്ത നിനക്കെങ്ങനെ ആ വേദന അറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇവനറിയാലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയ നെഞ്ചത്ത് കല്ല് വെച്ചു. നിങ്ങളല്ലേ പറഞ്ഞ സിമെന്റ് ഒഴിക്കാൻ? അതിന് വൈറ്റ് സിമെന്റ് എന്തിനു? ഇനി വീട് മൊത്തം വെള്ളമല്ലേ ഒഴിക്കും? ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ച വേണ്ട. ഇല്ല തരാ വേണ്ട. നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരാ തന്നെ. ഇന്നലെ ഞാൻ ചോദിച്ചു പണി സൈറ്റിലോട്ട് വല്ലതും വേണോന്ന്. അപ്പൊ വാട്സാപ്പ് ഇട്ടേക്ക് 5 ഉള്ളിയോടെ. എന്റെ കല്യാണം മുടങ്ങുവണ്ണ. ഹോൾഡ് ചായ വേണം. അതിന് നീ അപ്പൊ വന്നു 10 മിനിറ്റ് മുന്നേ. എനിപ്പിക്കണ്ടേ? കാര്യമൊന്നുമില്ല, ഒരു ജയകാജിലായിരിക്കും. ഇങ്ങനെ ചാടും. അതൊക്കെ ചെതല് പിടിച്ചിട്ട് പേരാ എനിക്ക് പേര മൊത്തം ചെതല് പിടിച്ചു. കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബർ മാസം 8 കോടി വരുമാനം പുറത്ത് കണക്ക് അറിയാം. പേര ചെതലും വേദനിക്കുന്ന കോടീശ്വരൻ ഓന്റെ തലമണ്ടയ്ക്കാൻ കുത്തും. ഒരു ചങ്ങായി ഇൻസ്റ്റഗ്രാമിൽ പോയിട്ടിട്ടു ഹനാൻഷയുടെ വരുമാനം 8 കോടി രൂപ. നാട്ടില് ഗ്രാമസഭ കൂടി ഗവൺമെന്റ് സ്കൂളിന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കട്ടെ. എവിടെ നിന്ന് എടുത്തിട്ട്? ഒരു വർഷം ഇറങ്ങുന്ന പടത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട മിണ്ടായി.
നമ്മളെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാക്കാരും വിടും മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. താല്പര്യമില്ല, നീ മിണ്ടാതിരി. എന്തേലും മനസ്സ് വെച്ചിട്ടാണോ ഹാഷിർ നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? തേങ്ങയില്ല, നീ മിണ്ടാതിരി. എടാ ഈ പോക്ക് പോവാണെങ്കിൽ അവന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കേണ്ടി വരും. എന്തായാലും അത്രയും ദാരിദ്ര്യം അവന് വന്നിട്ടില്ല. കരിയറിന്റെ സ്പെല്ലിംഗ് പോലെ നേരെ അറിഞ്ഞൂടെ? അളിയൻ പറയാളിയാ കരിയറിന്റെ സ്പെല്ലിങ്. അല്ല അത് പോട്ടലിയ. ദിസ് വാസ് ദ ആൻസർ ഐ വാസ് സീക്കിംഗ് ഫോർ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ ചീത്ത വിളിച്ചാൽ ഇംഗ്ലീഷിൽ. ഓ മാൻ, നോ എഡ്യൂക്കേഷൻ. നിങ്ങൾ വല്ല അൺയൂഷ്വൽ ആയിട്ട് സൗണ്ട് കേട്ടോ? സൗണ്ടാ പിറാണെങ്കിൽ ലോലു. അല്ല നിന്റെ അച്ഛൻ. അയ്യോ ഞാനും കേട്ടോളിയോ സൗണ്ട്. ആരാ നിന്റെ അച്ഛന്റെ? അളിയ ഞാനും എന്തൊക്കെ കേട്ട്, പക്ഷെ ക്ലിയർ ഇല്ല. ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലും. മധുരമുള്ളതാ? മധുരം തേങ്ങാപ്പുണ്ടോ? മറ്റേ സാധനം ബ്രെഡിൽ വെക്കണേ. അതിന്റെ പുറം കട്ടൻ ചായയും കൂടി കിട്ടി അടിപൊളി. പുതുതലമുറ യുവതികൾ അടുക്കളയിൽ അവൈലബിൾ ആവുന്നില്ല എന്നുള്ള ആവശ്യമാത്ത മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അടുക്കളയിൽ അവൈലബിൾ ആവുന്ന കുട്ടികളും നമ്മുടെ തലമുറയിൽ ഉണ്ട് എന്നുള്ളത് സംശയം ഉളവാക്കുന്ന കാര്യമാണ്, ആദർശം നൽകുന്ന കാര്യമാണ്. എന്താണ് പറയാനുള്ളത്? കുട്ടികളുണ്ടാകട്ടെ, അതന്നെ പറയാം. റഫാണെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് ശരിയല്ല. Accountancy is an art of recording. Accountancy is an art of recording. Simplification of classification. Simplification of classification. പറയും. കിലോ നൂറ്. അവിടുത്തെ ഷാഫിഖാനെ കഞ്ചാവ് കേസി പിടിച്ചടാ. കഞ്ചാവാ? അവിടെ കഞ്ചാവ് നമ്മ ചത്താല് നമ്മൾ ഉപയോഗിക്കരുതിട്ടാ. കഞ്ചാവ് പറ്റി സിഗരറ്റ് പോലും വേണ്ട നമുക്ക്. വേണ്ട, നമ്മള് വലുതായി കഴിയുമ്പോഴേ ഇന്നത്തെ ചീത്ത പരിപാടി ഒന്നും വേണ്ടട്ടാ. എല്ലാവരും സത്യം സേഫ് ആയിട്ട് കൊണ്ടേ കൊടുത്തിട്ടോ. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ നാട്ടില് വാഴക്കൊല എന്ന് പറയും. ആഹാ, വാഴക്കൊലയെന്നായിരുന്നു പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് മിഷ്യൻ കണ്ടെന്നാ പറയുന്നത്. ഈ കൊലേന്റെ മേലെയുള്ള സാധനം പഴം എന്ന് പറയും. നിങ്ങൾക്ക് കൊലയുടെ മുകളിലുള്ളതാണോ പഴം? നമുക്ക് കൊലയുടെ താഴെ ഉള്ളതാ പഴം. എന്റെ പൊന്നു കൊച്ചി, മോൾ ആദ്യമായിട്ടാണോ ഭൂമിയിലോട്ട് വന്നത്? എങ്ങനെയുണ്ടായിരുന്നു? സ്പേസിലായിരുന്നു ഇത്രയും കാലം? അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടില് മാങ്ങാന്നാ പറയാ. നിങ്ങളുടെ നാട്ടില് എന്താ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്യോ? നമ്മളെ നാട്ടിൽ മാങ്ങയുടെ അണ്ടി എന്നാ പറയുന്ന. നിങ്ങൾ ആരും കാണാത്തൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആണോ? ആരെങ്കിലും വല്ല മൂത്ര വയ്ക്കുന്നുണ്ടിട്ട് ഇപ്പൊ പറയുന്നത്? ഗായ്സ്, ഇത് നമ്മളിവിടെ മൂത്ര വയ്ക്കുന്ന പറയുന്നത്. നിങ്ങളിവിടെ എന്താ പറയുന്നതെന്നായിരിക്കും വല്ലതും പറയാൻ പോകുന്നത്. സൂര്യൻ ചന്ദ്രനെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ വരണം. അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ചന്ദ്രൻ ഇന്ന് എന്താ നക്ഷത്രങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ഇന്ന്. ആഹാ, ഇവരുടെ കോൺടാക്ട്സ് ഒക്കെ കയ്യിലുണ്ട്. ഒന്ന് ചന്ദ്രന്റെ നമ്പർ ഒരു കാര്യം വിളിച്ച് പറയാൻ ഭയങ്കര സ്വഭാവമാണ്. ഇപ്പൊ വന്ന് മോശ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മഴ ഓൺ ദി വേ ആണ്. മഴ എന്തോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാ വരുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന് സുഖമാണെന്നൊക്കെ ചോദിക്കണം. ഇടയ്ക്കിടയ്ക്ക് സുഖമാണെന്ന് നോക്കി അവളുടെ അച്ഛൻ തോന്നുന്നു സുഖമില്ലാണ്ട് കിടക്കുന്നത്. അല്ല, നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നു? ഇമാജിനറി വേൾഡ്. ഞങ്ങൾക്കിപ്പോ 3 പിള്ളേരാ, 2 ആണും 1 പെണ്ണും. എനിക്കും ഇപ്പൊ 2 മക്കളാ. മൂത്താളിപ്പോ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ, അവിടെ ഫീസ് കൂടുതലാ. ആണല്ലേ? മാറ്റണം. ആ, കൊച്ചെങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ, ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടോ? ഉണ്ടാ? ആ, പറയണ്ടേ. എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഫോണിൽ കൂടെ പിള്ളേരുണ്ടായി കളിക്കുന്നത്. എന്തുകൊണ്ടാ നോക്കുന്നേ? കിണർ കണ്ടിട്ട് വല്ലതും തോന്നുന്നു. വെള്ളമൊക്കെ കലയിൽ കിടക്കില്ലേ? നിങ്ങൾ വറ്റിക്കണം. നല്ല ആഴമുള്ള കിണറാണ്. കഴിഞ്ഞ വല്ല സുഗോണനാ മൊത്തം വറ്റിച്ച് ആക്കിയത്. അടിയിൽ ശ്വാസം കിട്ടാതെ ഇടം ചാവുമായിരുന്നു. അപ്പോ അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഗോണനും മിണ്ടിയും പറഞ്ഞെനിക്കൊരു കൂട്ടാണ് ഇല്ലയോ? നല്ല തീരുമാനം. സുഖമാണോ? ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. 2 പേരും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കും.
അമ്മ ഞാൻ ചേട്ടനെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്ന്. അമ്മ ഇവിടെയും കൂടെ കയറ്റില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോവാൻ വേറൊരു സ്ഥലം ഇല്ല. അമ്മ നിങ്ങളൊന്ന് ക്ഷമിക്കമ്മ. ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന് നിങ്ങൾ പോയി ആ വിളക്കം കിണ്ടിയൊക്കെ എടുത്തോണ്ട് വന്നാണ് എവിടെ പിടിച്ചകത്തേറ്റ്. പ്ലീസ് അമ്മ, ഞാൻ അമ്മയുടെ കാല് പിടിക്കാൻ. എടീ ബിന്ദുവിന്റെ മോന്തോ കുറെ കഞ്ചാവും വലിച്ചോണ്ട് ആളില്ലാത്ത വീട്ടിൽ ഒരു പട്ടീരെ കഴുത്തിൽ മാല ഇട്ടോണ്ട് എന്തൊക്കെയോ നിന്ന് പിച്ചും പേയും പറയുന്നു. നീ കാലൊന്നും പിടിക്കണ്ടീ. ഒരു കുഞ്ഞിക്കാലാണോ ഇതൊക്കെ ശരിയാവും? ചുമ്മാ മുട്ടുകൊള്ളാം. ഇത് എവിടെ മാച്ചോ? ഇതിനെ കരയുന്നേ? ഞാൻ കരഞ്ഞല്ല, ഞാൻ നിർത്തി. അവൾ ഉണർന്നു. മാസ്ക് ഇല്ലാതെ അവിടെ പോകുന്നു. പെണ്ണാണാൻ പോകാം. മാസ്ക് ഞാൻ മാസ്ക് ഇട്ടേക്കുവാ. ഒന്നുകൂടി എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പഴാ ആരാ നീ? ഇന്നത്തെ വ്ളോഗിന്റെ സന്തത സഹചാരിയും കൂട്ടുകാരിയും 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്തിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സുന്ദരിയും സുന്ദരിയാണ്. വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ നീക്കുമ്പോ എന്താവും? രാവിലെ ആവും. അല്ല, എത്രാം ക്ലാസ്സിലാണ്? 5. ലൈസിന്റെ പൈസ അല്ല ചോദിച്ചത്, എന്റെ വയസ്സാ ചോദിച്ചത്. അപ്പൊ പ്രാർത്ഥന സ്കൂളിൽ എങ്ങനെ പ്രാർത്ഥിക്കാം? ദൈവമേ ദീപാത പൂജ ചെയ്തിടു എന്നും എന്നും മാറിയാതെ നമസ്തേ ടീച്ചർ കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വിടാണോ പ്ലേ സ്കൂളിന്? ചോർന്നിട്ട് എങ്ങനെ ഇരിക്കണ്ടേ? ബിന്ദു, കടലിന്റെ നടുവിൽ ഒരു മാവ് നട്ടാൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ മാങ്ങ പറിക്കാം? അത് വളരെ സിമ്പിൾ അല്ലേ ടീച്ചറെ? ഒരു കിളിയെ പോലെ പാറി പറന്ന് പറിക്കാം. കിളിയായി നിന്റെ അച്ഛൻ പറക്കുമോടാ? കടലിന്റെ നടുവിൽ നിങ്ങളുടെ അപ്പൻ പോയി മാവ് നടുമോ തള്ളേ? അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ ആരാണോ ഇന്ന് കണ്ടുപിടിച്ചത്? ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ട് വരാം. നല്ല തിരക്കുണ്ട് സാറേ. എവിടേക്കിലൊക്കെ സത്യം പറയല്ലോ, തുറന്നങ്ങോട്ട് പറയട്ടെ. ഞാനങ്ങ് തുറന്നു പറയുക, ഒരു സിനിമ തിയേറ്ററിൽ ആള് കാണാനില്ല എന്നറിയുമ്പോൾ മനസ്സിൽ സന്തോഷം വരുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് കേട്ടോ. ചോദ്യം, സിനിമ കാണാറുള്ള ആളാണോ? ഇഷ്ടംപോലെ കാണും. ഹിന്ദി സിനിമ കാണാറുണ്ടോ? ഹിന്ദി സിനിമ കാണും. ഹിന്ദി സിനിമ ഇഷ്ടമാണ്. സണ്ണി ഡിയോൾ അറിയാവോ? പിന്നെ അറിയാവുന്ന ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ. ഒരുപാട് സിനിമ കാണാറുണ്ട്. ഒരുപാട് എന്നും കാണും. സണ്ണി ഡിയോളിന്റെ ഏതെങ്കിലും സിനിമയിൽ ഒരു 2 ഡയലോഗ് പറയാമോ? പറഞ്ഞുതരാം. ഓ യാ കമോൺ ബേബി ഓ. എവര്? എടാ മോനെ, നീ കഥ പറഞ്ഞിട്ട് അച്ഛ ഇവിടെ ഇല്ലെന്ന് പറ. മോനെ, അച്ഛ ഉണ്ടാടാ? അച്ഛ ഇവിടെ ഇല്ല അമ്മ. എവിടെ പോയി? ഒരു മിനിറ്റ്. അച്ഛ എവിടെ പോയി? എവനെ ഉണ്ടാക്കിയ ശബത്തുള്ള കിളിപ്പിലും പോയാ മതിയാ. നിനക്കൊരു മാറ്റവും ഇല്ലല്ലേ? നീ ഇരിയളിയാ മോനെ. അവന്റെ ബേക്കിൽ എപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടാ. ഓക്കെ. കൊച്ചുഫുണ്ടേ, നിനക്ക് സ്കൂളൊന്നും ഇല്ലേടാ? ഇല്ല അമ്മ, പ്രിൻസിപ്പൾ പരിചയ അമ്മ. നിനക്ക് വിഷമമൊന്നുമില്ലേ? ഞാൻ തന്നെ അങ്ങനെ ബൈക്കിന്റെ ബ്രേക്ക് വെച്ച്. മാമ ബൈക്കിലാണ് വന്നേ. മാമനെ പറ്റി അച്ഛൻ വല്ലതും പറയാറുണ്ടാടാ? മാമൻ ഇപ്പോഴും വരെ സെറ്റപ്പുള്ള കാര്യമൊക്കെ അച്ഛൻ പറയാറുണ്ട്. മാമൻ എത്ര മക്കളാ അമ്മ? 2 പെൺമക്കളുടെ. മൂത്ത മോളെ ഇനി കെട്ടിച്ചേരും. ഞാൻ പൊന്നു പോലെ നോക്കാം. ആദ്യം നിന്റെ ഈ നെട്ടോലി വളർന്ന് ചാളയാവും. ഒക്കെ അമ്മ, ചാളയായിട്ട് ഞാൻ വരുവേ, വാക്ക് മാറ്റില്ലേ. ആകെ പെൺഡ്രൈവിന്റെ എത്രയേ ഉള്ളൂ ചോദിക്കണത്? വണ്ടി വിരഭൈ. അയ്യോ എന്റെ പൊന്നച്ചോ, കളക്ടർ എസ് പി എന്നൊക്കെ പറഞ്ഞ് ഈ ഉള്ളവനെ പേടിപ്പിക്കല്ലേ. കളക്ടർ വന്ന സെബാസ്റ്റ്യൻ കഴിവേറ്റിക്കളയല്ലേ. എടാ ഭദ്ര, ലോറി എടുക്കടാ. നീ ഇവിടുന്ന് ഈ വണ്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ചോ? പാണ്ടിക്കരിമ്പാറ പോലെയാ മോനെ.
ഇവനൊക്കെ അവിടെ നിന്ന് സ്പീഡിന് വരെയായിരുന്നു. CC കൂടിയ വണ്ടികളും എടുത്ത് നീ എവിടെ ഉള്ളടാ? കാട്ടാക്കട എവിടാ? നീ കാട്ടാക്കട എവിടെ ഉള്ള? നീ കാട്ടാക്കട എവിടെ ഉള്ള? എന്റെ കൈ മൊത്തവും പോയി. കാട്ടാക്കട എവിടെ ഉള്ളടാ? നീ തന്റെ നമുക്ക് മില്ലിട്ടേക്കണ മോഹൻ അറിയാമോ? ഇല്ല, നീ പുള്ളി അറിയാം. 80 കോട്ടയത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു ടാപ്പിങ്ങിനുണ്ടായിരുന്നു. നിങ്ങളെന്നോട് സംബന്ധിച്ചുണ്ടെങ്കിൽ പട്ടാളത്തില് ജോലി ഉണ്ടായിരുന്ന ചന്ദ്രനെ അറിയാമോ? 24 വർഷം മുന്നേ മരിച്ചു. നിങ്ങൾ ഇത്തിരി ചുമ്മായിരുന്നാണ്. എനിക്ക് ആകെ 20 വയസ്സായുള്ളൂ. അതാണ്. അപ്പൊ നിന്റെ അച്ഛൻ അറിയായിരിക്കും. അച്ഛൻ എവിടെ ഉള്ളടേ? നീ കാട്ടാക്കട എവിടെ ഉള്ളടേ? നീ കാട്ടാക്കട എവിടെ ഉള്ളേന്ന്? കാലിന്റെ ഇടയിൽ. നീ കാട്ടാക്കട എവിടെ ഉള്ള? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. காட்டாக்கடா மெல்லிட்டக்கன மோகன் அறியாம எனக்கு மேலைய போட்டது ஆம்பளை, இந்த லைட் எல்லாம் கட்டினது ஆம்பளை, அது மேல அந்த சீரியஸ் எல்லாம் போட்டது ஆம்பளை, இந்த மைக்க கண்டுபிடிச்சது ஆம்பளை, இந்த கீபோர்ட கண்டுபிடிச்சது ஆம்பளை, செல்போனை கண்டுபிடிச்சது ஆம்பளை, ஆம்பளை கண்டுபிடிச்சது. பெண்கள் தாய்மார்கள் நாங்க பெக்காம வந்து பிறந்தது ஆம்பளை குட்டி சைஸுக்கு ஆம்பளை 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 அப்படி சொல்லாதங்க. அதுக்கும் காரணம் ஒரு ஆம்பளை. അന്ത കോസ്റ്റ്യൂമില് അന്ത നേരത്തെ ഇന്ന ലെവല് എന്റെ ഓഡിയൻസ് എന്റെ മുമ്പിൽ വന്ന് എടാ ഉലിവ ജാസി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഉള്ളൂ ഇല്ല അത് എന്റെ നേരത്തെ എന്ത് ഡിലേ ആണ്. കുറച്ച് കിസ് ആകുമ്പോ ചില്ലി എടുത്ത് കേട്ടാല ചില്ലി എടുത്ത് മുഖത്ത് വെക്കും. അതാ പറയുന്നത്. കിസ് റാമ്പോലും വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇല്ല, ഈ അമ്മിക്കല്ലി ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റൂല. ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് നോക്കട്ടെ. മൈക്കിൽ വെള്ളം കയറി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്, ഞാൻ ഈ കരടീനെന്ന് കിസ് ചെയ്തത്. നീ എന്നോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് എന്തായിരുന്നു അറിയാം? എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച്, അത്രയും സൗന്ദര്യമുള്ള ദീപിക പത്കൊണ്ട പോലത്തെ ഉള്ള ഒരു പെണ്ണായിരുന്നു. അങ്ങക്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായിട്ട് ഞാൻ ആലോചിച്ചിട്ട് പ്രപ്പോസ് ചെയ്ത പോലെ. ഇത് നോക്ക്, എല്ലാവരും പ്രപ്പോസ് ഞാനെന്തിനാ ഈ കരടീന്റെ കടി കൊണ്ടത്? നിന്നെ എങ്ങനെയാടാ ഞാൻ പറയാ കാട്ടുമാക്കാനെ? ഇവിടെ നുണക്കുണ്ടല്ലേ, ഇതൊന്നും കാണാൻ എന്ത് പ്രപ്പോസ് ഇല്ല. അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ കരടീന്റെ കടി കൊണ്ടത്. ഇനി പ്രപ്പോസും കൂടി ചെയ്യുന്നുണ്ടെ പിന്നെ ഇതെന്ത് പ്രിവിലേജാ നിങ്ങക്ക്? ഞാൻ ഇതിന് ചെയ്തു, ഈ അമ്മിക്കുട്ടി എന്റെ മേത്ത് വീണില്ലേ? എന്നിട്ട് പണ്ടാണെങ്കിലേ ഒരാളിത് ഇങ്ങനെ തപസ് ചെയ്ത് ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും 3 വരം തരാം, 3 തേങ്ങയായിട്ടാണ് കൊടുത്തത്. അപ്പൊ ഓരോ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് അടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നിനക്ക് കിട്ടും പറഞ്ഞ് 3 തേങ്ങ കൊടുക്കും. അപ്പൊ ഇവ ആദ്യത്തെ തേങ്ങ അടിച്ചിട്ട് പറയും നല്ലൊരു കാറ് വേണം, രണ്ടാമത്തെ അടിച്ചിട്ട് പറയും നല്ല പൈസ വേണം, മറ്റേ മൂന്നാമത്തെ അടിച്ചിട്ട് നല്ല വീട് വേണം, പെണ്ണ് വേണം, അങ്ങനെ പറഞ്ഞ് 3 തേങ്ങ അടിക്കും. അപ്പൊ അവന് എല്ലാം കിട്ടും. അപ്പൊ ഇത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ എച്ചിപ്പട്ടി അവനും ഇതുപോലെ ഇരുന്ന് തപസ് ചെയ്യും. അവൻ അസൂയാലു തപസ് ചെയ്ത് ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് ഓർത്തോണം, തേങ്ങ അടിച്ചാണ് അവന് ഇതെല്ലാം കിട്ടിയത്. അപ്പത്തേക്കും ദൈവം വന്ന് ഇവന് 3 തേങ്ങ കൊടുക്കും. 3 തേങ്ങ കൊടുത്തിട്ട് പറയും ഇഷ്ടമുള്ള പോലെ പറഞ്ഞ് വരവങ്ങ് അടിച്ചാൽ മതി, നിരത്തി അടിച്ചാൽ മതി, കിട്ടും പറയും. അപ്പൊ ഇവനും ഭാര്യയും കൂടെ തർക്കമാവും. ഭാര്യയ്ക്ക് വീട് വേണോ, ഇവന് മറ്റേ കമ്പനി വേണോ എന്നൊക്കെ പറഞ്ഞ് തർക്കം. ഒരു എന്തെങ്കിലും അണ്ടി വരട്ടെന്ന് പറഞ്ഞെടുത്ത് അടിക്കും. അപ്പത്തേക്കും ഇവന്റെ ദേഹം മുഴുവനും അണ്ടി വരും. മാങ്ങാണ്ടിയാണ്, വേറൊന്നുമല്ല, അണ്ടി വരും. അപ്പൊ ഇവൻ അണ്ടിയെല്ലാം പോട്ടെന്ന് പറഞ്ഞ് മരിച്ചു. രണ്ടാമത്തത് അപ്പൊ അവന്റെ ഉള്ളതും പോവും. കോഴിക്കോട് ഫറോക്കിൽ കൂട്ടത്തല്ല് പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. വാക്കുതർക്കം പിന്നീട് കൂട്ടയടിയിലേക്ക് എത്തുകയായിരുന്നു. താങ്ക് യു മോനെ, നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. മോസ്റ്റ് വെൽക്കം അമ്മേ. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്.